ഹായ്, വിൻസി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണേ. കുറേ ദിവസങ്ങളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെ പറ്റിയില്ല. ഇന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങി ഒരു 7:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ഫുഡൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയേ. അപ്പം നമ്മൾ സ്ഥിരം കയറുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം നമ്മളവിടെ കഴിക്കാൻ കയറിയ കേട്ടോ. അപ്പോൾ ഫുഡ് പറഞ്ഞിട്ട് ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നു. ബീഫ് റോസ്റ്റും കടലക്കറിയും, പിന്നെ എല്ലാവരും പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞേ. അപ്പോൾ പൊറോട്ടയും വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ്. എളുപ്പം കഴിക്കുക കേട്ടോ. കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് നേരത്തെ ചെല്ലണം. ഒരു 9 മണിക്കൊക്കെ മുമ്പ് ചെന്നെങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പടപടയെന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങി വീണ്ടും പോവുക. നമ്മളീ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, മലരിക്കൽ ആമ്പൽപ്പാടത്തേക്ക്. എനിക്കിത് വലിയ പുത്തരിയൊന്നുമല്ല, കാരണം നമുക്ക് ആലപ്പുഴയിൽ ആമ്പലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പാടശേഖരം മുഴുവൻ ഏക്കർ കണക്കിന് ഇങ്ങനെ ആമ്പൽ പിടിച്ചത് കാണുന്നത് ഒരു കൗതുകം തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ഭംഗിയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. ഇഷ്ടംപോലെ ബോട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല പല റേറ്റുകളാണ്. ഈ ബോട്ട് ഇപ്പം നമ്മുടെ അടുത്തേക്കുന്ന 1000 രൂപയ്ക്ക് 1 മണിക്കൂറാണ് കേട്ടോ. വേറെ ഒരു ബോട്ട് ചോദിച്ചപ്പോഴത്തേക്കും അതിന് 1500 ആയിരുന്നു. പിന്നെ സാധാരണ വള്ളം ഉണ്ടല്ലോ, അതിന് ഒരാൾക്ക് 100 രൂപ. പക്ഷെ കാണാൻ മാത്രമുണ്ട് കേട്ടോ. ആമ്പൽപ്പാടം ഇങ്ങനെ പൂത്ത് കിടക്കുക. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നിങ്ങനെ വാടി തുടങ്ങി. എന്നാലും കുഴപ്പമില്ലായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഒരു കെട്ട് ആമ്പൽ ഞാൻ വാങ്ങിച്ചതാണ്, 30 രൂപ. അപ്പോൾ ആ പൂവൊക്കെ വാങ്ങിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് 1 മണിക്കൂർ ആ പാടശേഖരം മുഴുവൻ ആമ്പൽപ്പാടത്തിൻ്റെ നടുക്കൂടെ അവർ നമ്മളിങ്ങനെ കൊണ്ടുപോകും കേട്ടോ. സൂപ്പറായിട്ടോ, ഒരു രക്ഷയില്ല. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ ആ ആമ്പൽപ്പാടത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയി കുറച്ച് സമയം ഇട്ടു. ബോട്ടല്ല, വള്ളം. പക്ഷെ എന്ത് പറയാൻ, ഭയങ്കര വെയിലായിരുന്നു. കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത വെയിൽ കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ണടച്ചുകൊണ്ടാണ്. അതുപോലെ കണ്ണിലേക്ക് ഇങ്ങനെ ചൂടടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം സമയം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളിയാട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.